CHR വിഷയത്തിൽ സർക്കാരുകൾ ഇടുക്കിയിലെ കർഷകർക്ക് നീതി ഉറപ്പുവരുത്തണമെന്ന് ഇടുക്കി രൂപത പാസ്റ്ററൽ കൗൺസിൽ. ഏലമല പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള ഗൂഢതന്ത്രങ്ങളിൽ സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് കർഷകർക്ക് നീതി ഉറപ്പാക്കണമെന്നും പാസ്റ്ററൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. വാഴ്ത്തോപ്പ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ ചേർന്ന 7ാമത് യോഗത്തിന്റെ പ്രഥമ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. 2024 ഒക്ടോബർ 24 സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി അനുസരിച്ച് ഇടുക്കി ജില്ലയിലെ ഏലമല പ്രദേശങ്ങളിൽ പുതിയ പട്ടയങ്ങൾ നൽകുന്നത് നിരോധിച്ചിട്ടുള്ളതും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഇത് നടപ്പിലായാൽ നാളുകളിൽ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകുമെന്നും ഇടുക്കി രൂപത പാസ്റ്റർ കൗൺസിൽ പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അവതരിപ്പിച്ച പ്രമേയം യോഗം ഐക്യകണ്ഠേന പാസാക്കി. ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നൽ യോഗം ഉദ്ഘാടനം ചെയ്തു. രൂപത ചാൻസലർ റവറൻ ഡോക്ടർ മാർട്ടിൻ പൊൻപനാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൗരസ്ത്യ വിദ്യാപീഠം പ്രൊഫസർ ഡോക്ടർ ജോർജ് തെക്കേക്കര ക്ലാസ് നയിച്ചു. തുടർന്ന് വിശ്വാസപരവും സാമൂഹികപരവുമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോർ ജോസ് കരിവേലിക്കൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. വികാരി ജനറൽമാരായ ജോസ് പ്ലാച്ചിക്കൽ, എബ്രാഹിം പുറയാറ്റ്, പ്രൊവിഷ്യൽ സുപ്പീരിയർമാരായ സിസ്റ്റർ ടെസിൻ, സിസ്റ്റർ റോസിൻ, സിസ്റ്റർ ലിറ്റി ഉപ്പമാക്കൽ, സിസ്റ്റർ ആനി പോൾ, ഡോക്ടർ അനിൽ പ്രദീപ്, ആൻസി തോമസ്, ജെറിഞ്ചെ പട്ടാക്കുളം, മരിയ തോമസ് എന്നിവർ സംസാരിച്ചു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.